സമസ്തയുടെ ഉലമാഇൻ്റെ കഥകളും സംഭവങ്ങളും ഒക്കെ നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ അവർ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ പോലെയോ അല്ലെങ്കിൽ ഭൗതികമായ താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന ആളുകളെ പോലെയോ നമുക്ക് കാണാൻ കഴിയില്ല. ഈ അടുത്ത് മരണപ്പെട്ടു പോയ മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന വലിയ മഹാൻ, അവരുടെയൊക്കെ ജീവിതം നമ്മളിങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ, ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എന്താണ് അവർക്ക് ഈ നേതൃപദവി. ആ നേതൃപദവിയിലൂടെ ഈ ഉമ്മത്തിനും സമസ്തക്കും ഈ സമൂഹത്തിനും അവർ നൽകിയ ഈ നന്മക്ക് അടിസ്ഥാനപരമായിരിക്കുന്ന കാരണം എന്തായിരുന്നു? ഖൽബിൻ്റെ വിശുദ്ധി, ഹബീബിനോടുള്ള സ്നേഹം, ഖുർആനിനോടുള്ള ഇഷ്ടം. സമസ്തയുടെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട പി കുഞ്ഞാണി മുസ്ലിയാർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പല ആളുകളും കണ്ടിട്ടുണ്ടാകും. പട്ടിക്കാട് ജാമിയ നൂരിയയിലെ ഉസ്താദ് കൂടിയായിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ ഒരു ഡയറി കുറിപ്പ് ഈ അടുത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞു. ഡയറിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ബഹുമാനപ്പെട്ടവർ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ട സമയം, സ്വപ്നം കണ്ട മുഹൂർത്തം ബാഖിയാത്തു സ്വാലിഹാത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പിന്നീട് ഒരിക്കൽ അദ്ദേഹം തൻ്റെ പള്ളിയിൽ ഖിദ്മത്ത് ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ഉപദേശിച്ചു എന്ന് അദ്ദേഹം എഴുതി വെക്കുകയാണ്. നിന്റെ ഹൃദയത്തെ നീ ശുദ്ധമാക്കുക, അവിടുത്തെ കൈകൾ ഞാൻ ചുംബിച്ചു എന്ന് ബഹുമാനപ്പെട്ടവർ ആരും അറിയാതെ തൻ്റെ വ്യക്തിപരമായിരിക്കുന്ന ഡയറിയിൽ എഴുതി വെക്കുകയാണ്. മരണപ്പെട്ടതിന് ശേഷം മക്കളത് നോക്കുമ്പോഴാണ് തൻ്റെ പിതാവിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ ഈ അമൂല്യമായ സൗഭാഗ്യത്തെ അറിയുന്നത്. ആ പ്രസ്ഥാനത്തിൻ്റെ അനുയായികളും പിന്തുടർച്ചാവകാശികളും ഇന്നതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആളുകളുമാണ് നമ്മൾ ഓരോരുത്തരും. ആ ദഅവത്തിനെ വളരെ കൃത്യമായിട്ട് നിർവഹിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് അടിസ്ഥാനമാക്കി, അവിടുത്തെയുടെ ചര്യകൾ അടിസ്ഥാനമാക്കി, അവിടുത്തെയോടുള്ള സ്നേഹത്തെ മുൻനിർത്തി നമ്മളുടെ പ്രവർത്തനങ്ങളുമായിട്ട് നാം മുന്നോട്ട് പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തിനെതിരായി, തിരുചര്യകൾക്കെതിരായി, അവിടുത്തെയുടെ മഹത്വങ്ങൾക്കെതിരായി വല്ലതും പറയുകയാണെങ്കിൽ അതിനെതിരായി കണിശമായ പ്രതിരോധം. അതൊന്നും പ്രസക്തമാണത് എന്തുകൊണ്ടാണ്? ഇസ്ലാമിനെ, മുസ്ലിങ്ങളെ, ഇസ്ലാമിൻ്റെ ആശയങ്ങളെ വിമർശിക്കുന്ന ആളുകൾക്ക് ഇത് സത്യമാണ് എന്നറിയാത്തൊരു പ്രശ്നം മുമ്പുമില്ല ഇന്നുമില്ല. വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅതുഹുൽ ബയ്യിന. ഓൽക്ക് ബയ്യിനത്ത് അറിയാം, ഓൽക്ക് റസൂലുള്ളാഹിനെ അറിയാം. ജൂതന്മാരെ കുറിച്ച് അള്ളാഹിന്റെ റസൂലിനോട് അള്ളാഹു തആല പറയുന്നുണ്ട്, നബിയെ, സ്വന്തം മക്കളെ അറിയുന്നതിനേക്കാളും അള്ളാഹുവിൻ്റെ റസൂലാണ് ഈ മനുഷ്യൻ എന്നവർക്കറിയാം. ഈ ചിന്തിക്കുന്ന ആളുകൾക്ക്, ചിന്തിക്കാത്ത ആളുകൾക്കൊക്കെ നിന്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഒരല്പമെങ്കിലും ബോധമുണ്ടാകും. പക്ഷെ അതിലേക്ക് അവർ പോകാൻ തയ്യാറാവില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആര് വിമർശിച്ച വ്യക്തിത്വത്തെ വിമർശിച്ചാൽ ആ വിമർശനങ്ങളുടെ മുനയൊടിക്കുന്ന രീതിയിലുള്ള ശക്തമായ വിമർശനം അത് ഇന്നും നമുക്ക് പാഠമാണ്. SMFന്റെ നേതാക്കൾ, പ്രവർത്തകന്മാർ മഹല്ലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഉന്നതമായ സന്ദേശങ്ങളെ എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ അതിൻ്റെ ഭാഗമായി പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യം കൂടെയാണത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ അന്താരാഷ്ട്ര തലങ്ങളിൽ തന്നെ വലിയ ശ്രമങ്ങൾ നൂറ്റാണ്ടുകളായി നടക്കുന്ന സംവിധാനമാണെന്ത്? നബി തിരുമേനിയും വിമർശിക്കുക, റസൂലുള്ളാഹിനെ പൊളിച്ചെഴുതുക. ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറയുന്ന വിഭാഗം തന്നെ രൂപം കൊണ്ടത് അതിനാണ്. നമ്മൾ ഖുർആന്റെ തഫ്സീറുകളെ കുറിച്ച് പറയും. ഖുർആന്റെ തഫ്സീറുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ദർശനങ്ങൾക്കനുസരിച്ച് മാത്രമല്ല വിരചിതമായിട്ടുള്ളത്. നൂറ്റാണ്ടുകൾ, ഹിജ്റയുടെ 6-7 നൂറ്റാണ്ടുകളാകുമ്പോഴേക്ക് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ഖുർആനിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു. ഒന്നുമില്ല, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ മലയാളത്തിൽ വരെയല്ലേ. മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകൾ ഖുർആനിനെ വ്യാഖ്യാനിച്ചതും ഖുർആനിനെ കവിതയാക്കിയതും ഇന്നും മലയാളത്തിലുള്ള പുസ്തക വിപണിയിൽ ലഭ്യമാണ്. ഓറിയന്റലിസ്റ്റുകൾ എഴുതി, ഗ്രീക്ക് ഭാഷയിൽ പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കപ്പെട്ടു. ഓറിയന്റലിസ്റ്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അപഗ്രഥിച്ചു, പുസ്തകങ്ങൾ എഴുതി, ഗ്രന്ഥങ്ങൾ എഴുതി. പല ആളുകളും വിമർശിക്കാൻ വേണ്ടി പഠിച്ചപ്പോൾ അവർക്ക് വിമർശനത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഓറിയന്റലിസ്റ്റുകളുടെ പല കാര്യങ്ങളും, വില്യം മൂറിനെയൊക്കെ നമ്മളിങ്ങനെ നിരന്തരമായിട്ട് ഉദ്ധരിക്കുന്നത്. ഓറിയന്റലിസ്റ്റുകളായിരിക്കുന്ന എത്രയോ ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയാൻ വേണ്ടിയിട്ട് അവരുടെ വാക്കുകൾ കോട്ട് ചെയ്തിട്ട് ഉസ്താദുമാർ സംസാരിക്കും, പ്രഭാഷകന്മാർ പറയും. റസൂലുള്ളാഹിനെ വിമർശിക്കാൻ വേണ്ടി എഴുതി തുടങ്ങിയപ്പോൾ അതിനവർക്ക് സാധ്യമായില്ല എന്നുള്ളതാണ് വസ്തുത. അതിന് കഴിയില്ല. ഒരുപക്ഷെ ആ വിമർശനങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ടാവും. അബൂലഹബ് റസൂലുള്ളാഹിനെ വിമർശിച്ചപ്പോൾ അല്ലാഹു തആല അതിന് പ്രതിരോധം തീർത്തത് നമുക്കറിയാലോ. അബൂലഹബ് റസൂലുള്ളാഹിനോട് കുറച്ച് ആളുകൾ കേൾക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ എൻ്റെ നബിയോട് അങ്ങനെ പറയേ, ഇനി നീ ലോകാവസാനം വരെ തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ്. ഒരാൾ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞു,
മുഹമ്മദ് റസൂലിൻ്റെ കുട്ടികളൊക്കെ ആൺകുട്ടികളൊക്കെ ഇങ്ങനെ മരണപ്പെട്ടു പോയപ്പോൾ അബുത്തറാണെന്ന് പറഞ്ഞു. ഇന്ന ഷാനിയക ഹുവൽ അബുത്തർ. റസൂലുള്ള പറയുന്നത് കവിതയാണെന്ന് പറഞ്ഞു. ഇത് കവിയുടെ വാക്കുകളല്ല എന്ന് പറയുന്നു. വേറൊരിടത്ത് പറയുന്നു മുഹമ്മദ് റസൂൽ ഒരു കവിയേ അല്ല, മജ്നൂനാണെന്ന് പറയാണ്. റസൂലുള്ളാക്ക് ജുനൂനില്ല. വേറെ കുറെ ആൾക്കാർ പറഞ്ഞു റസൂലുള്ള വഴിതെറ്റിയതാണ്. മാ ലല്ല സ്വാഹിബുക്കും വമാ ഗവാ. നിങ്ങളുടെ കൂട്ടുകാരൻ വഴിതെറ്റിയിട്ടില്ല കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാരൻ സംസാരിക്കുന്നത് വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയുൻ യൂഹാ. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അള്ളാഹുവിൻ്റെ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഉന്നതമായ പേരും പെരുമയും ശ്രേഷ്ഠതകളും ലോകത്താകമാനം നിലനിൽക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ നൂറ്റാണ്ടുകളിൽ ഇസ്ലാമിൻ്റെ വ്യതിരക്തത എന്താണ്? വർഷങ്ങളായിട്ട് ലോകത്ത് നിലനിൽക്കുന്ന ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ദർശനങ്ങളും ഒക്കെ ഉണ്ട്. ഞാനതിൻ്റെ മതതാരതമ്യങ്ങളിലേക്ക് പോകുന്നില്ല. ആ മതങ്ങളുടെയൊക്കെ സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടായി, ഇസ്ലാമിൻ്റെ വളർച്ച എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. ഇസ്ലാം വൈജ്ഞാനികമായി വളർന്നു. ഖുർആനിൻ്റെ വ്യാഖ്യാനങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ ഉൾപ്പെടെ ആ ഖുർആനിൻ്റെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന വ്യാഖ്യാനങ്ങളും പഠനങ്ങളും ചിന്തകളും ഒരു ഭാഗത്ത്, നബിയുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, ചിന്തകൾ മറ്റൊരു ഭാഗത്ത്, ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രപരമായിരിക്കുന്ന വിശാലമായിരിക്കുന്ന കാഴ്ചപ്പാടുകൾ ഒരു ഭാഗത്ത്, വിശുദ്ധമായ ദീനിൻ്റെ ഉന്നതമായിരിക്കുന്ന തത്വസംഹിതകളുടെ പ്രചാരണങ്ങളും പഠനങ്ങളും മറ്റൊരിടത്ത്, ഇസ്ലാമികമായ ഭരണ സംവിധാനങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇന്നുമുണ്ട്. വിശുദ്ധ ഖുർആനിനെ അടിസ്ഥാനമാക്കി ലോകത്ത് 50-ലേറെ രാജ്യങ്ങൾ അവരുടെ ഭരണ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. ഇങ്ങനെ തുടങ്ങി ഒരു വലിയ സംവിധാനമായി. അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്തായിരുന്നു? അടിസ്ഥാനം ആരായിരുന്നു? ആരുടെ കാഴ്ചപ്പാടുകളായിരുന്നു? ആദരവായ നബിയുന വസയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതായിരുന്നു. ആ ദൗത്യമാണ് ഈ ഉമ്മത്ത് ഏറ്റെടുക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. റസൂലുള്ളാഹിന്റെ മദ്ഹ് നമ്മൾ എവിടുന്ന് തുടങ്ങിയാലും എവിടെയാണ് പറയേണ്ടതെന്ന് വിചാരിച്ചാലും നമുക്കത് അവസാനിപ്പിക്കാൻ കഴിയില്ല. അവിടുന്ന് പറയാണ് അന മുഹമ്മദുൻ. അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഞാൻ മുഹമ്മദാണ്. അറബി ഭാഷയിൽ മുഫഅൽ, അറബി ഭാഷ അറിയുന്ന ഉസ്താദുമാർക്കറിയാം, മുഫഅൽ എന്ന് പറയുന്ന ആ വസ്നിൽ ഏതെങ്കിലും വാക്ക് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏത് വാക്കിനെ സംബന്ധിച്ചാണോ ഏത് ആശയമാണോ പറയുന്നത് അത് കേവലമായിരിക്കുന്ന ഒരു പ്രവർത്തനമാവില്ല. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഒറ്റ വാക്കിൽ സ്തുതിക്കപ്പെട്ടവൻ. പക്ഷെ അങ്ങനെ സ്തുതിക്കപ്പെട്ട ആൾ എന്നുള്ള അർത്ഥമല്ല അതിനുള്ളത്. നിരന്തരമായി ഹംദ് ചെയ്യപ്പെടുന്ന ആൾ. ആ വാക്കിൽ അതിൻ്റെ അർത്ഥമുണ്ട്. നിരന്തരമായി ഹംദ് ചെയ്യപ്പെടുന്നയാൾ. മറ്റൊരർത്ഥം എന്താണ്? കൂടുതലായിട്ട് ഹംദ് ചെയ്യപ്പെടുന്നയാൾ. മുഹമ്മദ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹു ആണ് ആ നാമം നൽകിയത്. ഖുർആനിലൂടെ അള്ളാഹു ആ നാമം നൽകി. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയൊക്കെ കേൾക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോ നിമിഷങ്ങളിലും, ഓരോ ഇടങ്ങളിലും, ഓരോ സന്ദർഭങ്ങളിലും, ഓരോ മുഅ്മിനായ മനുഷ്യന്റെ കൽബുകളിലും മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയെ കാണാൻ, നബിയെ കേൾക്കാൻ, നബിയുടെ വാക്കുകൾ പറയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാൻ ലോകത്തൊരു വലിയ സമൂഹം, വലിയ ഒരു ലോകം, മുഅ്മിനീങ്ങളായിരിക്കുന്ന ആളുകളുടെ ഹൃദയതാളം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയാണ് ഞാൻ മുഹമ്മദാണ്, ഞാൻ അഹ്മദാണ്. അതിൻ്റെയും ഈ അറബി ഭാഷയിൽ അതിൻ്റെ നിഷ്പന്നതയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനും ഈ അർത്ഥങ്ങളുണ്ട്. അവിടുന്ന് പറയാൻ ഞാൻ അതും കൂടെ പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അനൽ മാഹി, അനൽ മാഹി. എൻ്റെ നാമങ്ങളിലൊന്നാണ്, എൻ്റെ പേരുകളിലൊന്നാണ് ഞാൻ മാഹിയാണ്. ഞാനത് പ്രത്യേകം പറയാൻ കാരണം എന്താണ്? അത് നമ്മളുടെ ഒരു ദൗത്യമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാഹിയാണെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ തുടച്ചു നീക്കുന്നയാളാണ്. റസൂലുള്ളാഹി തങ്ങൾ തുടച്ചു നീക്കിയത് എന്തിനൊക്കെയാണ്? കുഫ്ർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഷേധം എന്നുള്ള അർത്ഥം മാത്രമല്ല, എന്തിനെയൊക്കെയാണോ മറച്ചു വെക്കുക എന്നാണ് ശരിക്കും കുഫ്ർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ലോകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ടാകരുത് എന്ന് പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെയൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരാൾ, ഒരു സമൂഹം, അതിനാണ് തുടച്ചു നീക്കിയത്. അതിൽ പലിശയുണ്ട്, അതിൽ യുദ്ധങ്ങളുണ്ട്, അതിൽ കൊലപാതകമുണ്ട്, അതിൽ കുടുംബജീവിതത്തിലുള്ള ഛിദ്രതകളുണ്ട്. എല്ലാറ്റിനെയും തുടച്ചു നീക്കി, എല്ലാ വൃത്തികേടുകളെയും തുടച്ചു നീക്കി, അന്തസ് നൽകി, അഭിമാനം നൽകി. നമ്മൾ ഈ ലോകത്ത് എൻ്റെ ഉമറാക്കളെ, പണ്ഡിതന്മാരെ നിർവഹിക്കേണ്ട ഒരു ദൗത്യമാണത്. കാരണം എന്താ? പല തരത്തിലുള്ള വിശ്വാസ ഭ്രംശങ്ങളും, അതിൽ ആദർശമുണ്ട്, അതിൽ പല തരത്തിലുള്ള സംഗതികളുണ്ട്.
അതിനെയൊക്കെ തുടച്ചു നീക്കാൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ, ആ ഇല്ലായ്മ ചെയ്യാൻ ഭൗതികമായിരിക്കുന്ന കുറേ മാർഗങ്ങൾ നമ്മളുടെ കൂട്ടത്തിലുണ്ടാവും, ശാസ്ത്രീയമായ മാർഗങ്ങളുണ്ടാവും. അതിനൊക്കെ അപ്പുറത്ത് നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത് വിശുദ്ധമായ ദീനിൽ, ഖുർആനിൽ നമ്മൾ അതിന് മാതൃകയായി സ്വീകരിക്കേണ്ടത് സ്വഭാവം, പെരുമാറ്റം, ഇടപെടൽ രീതികൾ, ദൗത്യ നിർവഹണം മാതൃകയായി സ്വീകരിക്കേണ്ടത് ആദരവായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മാതൃക സ്വീകരിച്ചിട്ടാണ് ഈ 15 നൂറ്റാണ്ടുകളിൽ ഒരു നൂറ്റാണ്ട് നമുക്കിടയിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ ദൗത്യ നിർവഹണവുമായിട്ട് മുന്നോട്ട് പോയത്.